സോഷ്യൽ മീഡിയകളിൽ അവരെ കയറൂരി വിടുന്ന അവസ്ഥ. അവരെന്താ ചെയ്യട്ടെ, എനിക്ക് ഇനി ആവാൻ പറ്റില്ല എന്ന്, കൈ കഴുകാൻ പറ്റില്ല, അങ്ങനെ കയറൂരി വിട്ടുകൂടാ. അതിൻ്റെ അർത്ഥം എന്താണ്? ലാപ്ടോപ്പൊക്കെ വാങ്ങി പൂട്ടിവെക്കണം, മൊബൈലൊക്കെ വാങ്ങി അവരിൽ നിന്ന് മാറ്റണം എന്നല്ല. അത് നിയന്ത്രിക്കാൻ അവർക്ക് ഈമാൻ പകർന്നു കൊടുക്കണം. അത് നിയന്ത്രിക്കാൻ ഈമാൻ പകർന്നു കൊടുക്കണം. ഈ കാലഘട്ടത്തിൽ ലാപ്ടോപ്പ് പറ്റില്ല, മൊബൈൽ പറ്റില്ല എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ അതിനെ നിയന്ത്രിക്കണം. എന്തായിരിക്കണം അതിന് നൽകേണ്ട പാസ്വേഡ്? ബിസ്മില്ലാഹ്. റഹ്മാനായ റബ്ബിനെ ഇഷ്ടപ്പെടാത്തതൊന്നും കാണാതിരിക്കാൻ, കേൾക്കാതിരിക്കാൻ ഈമാനികമായ അവരിലുണ്ടാകേണ്ടുന്ന അതാണ് ഇടയ്ക്കിടെ പറഞ്ഞു കൊടുക്കേണ്ടിയിരുന്നത്. അതാണ് ഇടയ്ക്കിടെ പറഞ്ഞു കൊടുക്കേണ്ടത്. നമുക്ക് ഇങ്ങനെ എപ്പോഴും പിന്നാലെ നടക്കാൻ പറ്റുമോ? മക്കളെ പിന്നാലെ ഇങ്ങനെ നടക്കാൻ പറ്റുമോ? ഇവൻ എന്തൊക്കെ കാണുന്നു, എന്തൊക്കെ കേൾക്കുന്നു പറയാൻ പറ്റുമോ? പറയാൻ പറ്റൂലല്ലോ. നമുക്ക് നമ്മെ നിയന്ത്രിക്കാൻ പറ്റാത്ത കാലല്ലേ, ഇവന് മക്കളെ നിയന്ത്രിക്കാൻ പറ്റുമോ? വഴി ഒന്നേയുള്ളൂ, അവർക്ക് പകർന്നു കൊടുക്കുക, പടച്ചവനെ പേടി പകർന്നു കൊടുക്കുക. ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. ആര് കാണുന്നില്ലെങ്കിലും റഹ്മാനായ റബ്ബ് കാണുന്നു, കേൾക്കുന്നു, അറിയുന്നു. അത് പറഞ്ഞു കൊടുക്കുക. അത് നിരന്തരം പറഞ്ഞു കൊടുക്കുക. മാറ്റം വരേണ്ടതും മാറ്റം വരുത്തേണ്ടതും സർവശക്തനായ റബ്ബാണ്. നൂഹ് നബി അലൈഹിസ്സലാം 950 കൊല്ലം തൻ്റെ ജനതയോട് ആദർശം പറഞ്ഞപ്പോൾ മക്കളോടും പറഞ്ഞല്ലോ. പക്ഷേ മകൻ എന്താ പറഞ്ഞത്? എനിക്ക് പറ്റൂല, അവൻ മുങ്ങിച്ചത്തുപോയി എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. പറഞ്ഞ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന് കുറവൊന്നും ഉണ്ടായില്ല. ചിലതങ്ങനെയാണ്, പറഞ്ഞതുകൊണ്ട് നന്നായിക്കൊള്ളുന്നൊന്നുമില്ല. പക്ഷെ പറയേണ്ടവരുടെ ഉത്തരവാദിത്തമാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. ഹിദായത്ത് കൊടുക്കേണ്ടതും ഹിദായത്ത് കിട്ടേണ്ടതുമൊക്കെ റബ്ബിന്റെ കൈകളിലാണ്, നമ്മൾ തീരുമാനിക്കുന്നതല്ല. ദുആ ചെയ്യുക മനസ്സറിഞ്ഞുകൊണ്ട്, റബ്ബേ നന്നാക്കണേ, പഴപ്പിക്കല്ലേ, പഴച്ചു പോകല്ലേ.